ഹേ ഗായ്സ്, അപ്പം എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ പാർക്കുട്ടി സുഖം ഉറക്കാണേ. ഞാൻ പാറുവിനെ വഴക്ക് പറഞ്ഞിട്ട് നല്ലവണ്ണം ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരു കുരുത്തക്കേട് കാണിച്ചപ്പോഴത്തേന് നല്ലവണ്ണം ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം സുഖം ഉറക്കാണ്. നോക്കാമേ എന്താ ഗൈസ്, ഞാൻ കതക് തുറന്നതും പാറക്കുട്ടി ഉണരാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്തേട്ടാ. അപ്പം എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ പാറക്കുട്ടി പിണങ്ങി കിടക്കുകയാണ് എൻ്റെ അടുത്ത്. പിണങ്ങി കിടന്ന് ചില ദിവസം കരഞ്ഞിട്ടൊക്കെ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കളയും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറഞ്ഞ് അപ്പം തന്നെ കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഉറക്കണിക്കുമ്പോൾ മഴ പെയ്യുന്നതിൻ്റെ ഒച്ചയും ബഹളമുണ്ട്. അപ്പോൾ ഉറക്കണിക്കുമ്പോഴത്തേന് പാറക്കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ്. ബാ, നമുക്കുണ്ടാക്കാം. അപ്പോൾ ഞാൻ ദേ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ പീലർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഗൈസ്. ഉരുളക്കിഴങ്ങിൻ്റെ തോലിന് കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഇതൊരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേന് എന്നെ കുക്കായി കിട്ടും കേട്ടോ. അത് തിളയ്ക്കുന്ന സമയത്ത് എന്നെ പാറക്കുട്ടി ഉറക്കണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സർപ്രൈസ് എന്തായാലും പൊളിഞ്ഞു. എന്നാലും പാറക്കുട്ടി ഹാപ്പി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത്. വഴക്ക് പറഞ്ഞതിൻ്റെതൊക്കെ അങ്ങ് പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തതിനെ ഞാൻ ഇതുപോലെ ഒരു അരിപ്പ പോലത്തെ ഒരു സ്പൂണുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിലോട്ട് ഞാൻ കോരി തോരാനായിട്ട് വെച്ചു. ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ടവലിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഒട്ടും വെള്ളമില്ലാണ്ട് കിട്ടും. ഞാനിപ്പോൾ അല്ലാണ്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ കിച്ചണിൽ നിന്നപ്പോൾ ബാക്കിലെ വെട്ടം അടിച്ചിട്ട് എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്തായാലും നമ്മൾ വീട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചില്ലി ഫ്ലാക്സ് ഉണ്ടല്ലോ, ചതച്ച മുളക്, അതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. മുളക് പൊടി ഇടുന്നത് അത്ര ടേസ്റ്റ് അല്ല. എന്തായാലും ഞാൻ ഫ്രൈ എല്ലാം ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്തിന് തന്നെ നല്ല തിളച്ച എണ്ണയായിരുന്നു ഗൈസ്. ഒരെണ്ണം വീണ് എൻ്റെ കൈ അങ്ങ് പൊള്ളി കേട്ടോ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. എന്തായാലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചൂട് കട്ടനും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂട് കട്ടനും ഫ്രഞ്ച് ഫ്രൈസും കൂടെ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനൊരെണ്ണം ചൂടോടെ എടുത്ത് കഴിച്ചു നോക്കിയേട്ടാ. മുകൾ വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി പാറക്കുട്ടിക്ക് കൊടുക്കട്ടെ. പാറക്കുട്ടിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവളുടെ ആ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടാ. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മ പതിവാണേ. അപ്പോൾ എന്തായാലും പാറക്കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എനിക്കൊരു ഉമ്മയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇത് കഴിക്കട്ടെ. നിങ്ങൾ എന്താണെന്ന് ചായയുടെ കൂടെ കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ.